രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിലാണ് രാഷ്ട്രീയ അധികാരന്മാരിൽ ഒരാളായ അജിത് പവാറിനെ നഷ്ടമാകുന്നത്. എന്താണ് അപകടത്തിലേക്ക് നയിച്ചത്? VISSK എന്ന വിമാനമാണ് അജിത് പവാറിനെയും വഹിച്ചുകൊണ്ട് ബാരാമതി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. ബാരാമതി ATCയെ ബന്ധപ്പെടുന്നു. വിമാനം ഇറങ്ങാനുള്ള അനുമതി ലഭിക്കുന്നു. കാറ്റിൻ്റെ തീവ്രതയും കാഴ്ചയുമൊക്കെ പൈലറ്റുമാർ ആരായുന്നുണ്ട്. കാറ്റ് ശക്തി കുറഞ്ഞതും കാഴ്ച 3000 മീറ്ററിൽ താഴെയെന്നും ബാരാമതി ATC പൈലറ്റിനെ വിവരം നൽകുന്നുണ്ട്. റൺവേ 11 ലാൻഡ് ചെയ്യാൻ എത്തുന്നുവെന്നാണ് ക്രൂ അറിയിക്കുന്നത്. റൺവേ കാണാൻ പറ്റാത്തതിനാൽ പക്ഷേ ഗോ അറൗണ്ട് നടത്തണം എന്നൊരു നിർദ്ദേശമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഗോ അറൗണ്ടിലേക്ക് വിമാനം കിടക്കുന്നു. വീണ്ടും റൺവേ 11 വിമാനം അപ്രോച്ച് ചെയ്യുകയാണ്. ലാൻഡിങ്ങിനായി ശ്രമിക്കുന്നു. റൺവേ കാഴ്ചപരിധിയിൽ വരുമ്പോൾ അറിയിക്കാമെന്ന് പൈലറ്റ് പറയുകയും ചെയ്യുന്നുണ്ട്. 8:43 വിമാനം ഇറങ്ങാൻ വീണ്ടും അനുമതി ലഭിക്കുന്നു. പക്ഷേ അത് ഉറപ്പിച്ചുള്ള മറുപടി സന്ദേശം വിമാനത്തിൽ നിന്ന് ATCയിലേക്ക് വരുന്നില്ല. തൊട്ടടുത്ത മിനിറ്റിൽ റൺവേയിൽ അതിൻ്റെ തുടക്കത്തിൽ വിമാനം തകർന്നു വീഴുകയാണ്. റൺവേയുടെ ഇടതുഭാഗത്തായിട്ടാണ് അവശിഷ്ടങ്ങൾ കിടന്നിരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൈലറ്റിൻ്റെ പിഴവാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ്. അതിനാൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. ക്യാപ്റ്റൻ സുമീത് കപൂർ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തല പരിശോധന നടത്തും. 2017 3 കൊല്ലത്തേക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്ന വേഗം നിയന്ത്രിക്കാൻ പൈലറ്റിന് കഴിഞ്ഞില്ല എന്നാണ് നിലവിലെ ഈ അപകടത്തിൻ്റെ വിവരങ്ങളിൽ നിന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏകദേശം 100 മീറ്റർ ഉയരത്തിലാണ് നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടത് എന്നും മനസ്സിലാകുന്നു. ലാൻഡ് ചെയ്യാനുള്ള തീരുമാനം ATC പൈലറ്റിന് നൽകുകയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ശ്രമത്തിലാണ് വിമാനം ഇടിച്ചിറങ്ങിയത് എന്ന് ആണ് വ്യക്തമായത്. ബാരാമതി എയർ സ്ട്രിപ്പ് എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥലമല്ല. ഫ്ലൈയിങ് ക്ലബിൻ്റെ ഉപകരണങ്ങളാണ് കാലാവസ്ഥാ വിവരങ്ങളൊക്കെ ഇവിടെ നൽകി വരുന്നത്. എന്തായാലും വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന്, പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിൽ പ്രധാനപ്പെട്ട കാരണമായി നിൽക്കുമ്പോഴും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്.